ആകയാൽ ഇന്നു നമുക്കുപകാരാർത്ഥമായി ഗോകുലത്തിനു ഗമിച്ച് അങ്ങു ചെന്നൊന്നു വേണം. താതനും മാതാക്കൾക്കും ശോകത്തെ കളയണം. താതനും മാതാക്കൾക്കും ശോകത്തെ കളയണം. ചേതസിൽ എന്നെ പിരിഞ്ഞിരുന്നിടുക നിമിത്തമായി താപത്തെ പൂണ്ടുവാഴും ഗോപികാജനത്തോടും താപഹീനാർത്ഥം എന്റെ സന്ദേശവാക്യത്തെയും ചൊല്ലി നീ അവർക്കുള്ളിൽ അല്ലലും മോചിപ്പിച്ചു നല്ല മാനസം തേറിച്ച് ഇങ്ങു വന്നിടവേണം. തന്നുടെ പിതൃമാതൃഭർത്തൃബാന്ധവന്മാരെ തന്നെയും സുതരേയും എന്മൂലം ഗോപീജനം നിർമ്മലാത്മാക്കൾ ഉപേക്ഷിച്ചിരിക്കുന്ന മൂലം നന്മകൾ വരുത്തുവാൻ ഞാനെന്നേ അവർക്കില്ല. ഇങ്ങനെ സന്ദേശമാം വാക്കുകൾ കൃഷ്ണൻ ചൊന്നാൻ മംഗല നൃപോത്തമ കേട്ടാലും ഇനിയും മംഗലനുദ്ധവനും നാഥന്റെ ആജ്ഞയാലേ മംഗലൻ കൃഷ്ണൻ തന്നെ തന്നുള്ളിലാക്കിക്കൊണ്ട് തന്നുടെ തേരിലേറി ഗോകുലേ ചെല്ലുന്നേരം വന്നിതു സന്ധ്യാകാലം. അന്നേരം ഗോകുലത്തിൽ വന്നു ഗോവൃന്ദം പശുപാല സംഘങ്ങളോടും. അന്നിലമെല്ലാം അപ്പോൾ പാംസുധൂളിതമായി കാളകൾ തമ്മിൽ കുത്തിക്കുതിർന്നു. ഗോവത്സങ്ങൾ നീളവേ ഓടിക്കൊണ്ടു ധ്വനിച്ചും പൈകറക്കും നാദവും ബാലന്മാർതൻ വേണുക്കൾ നാദങ്ങളും ആദരവോടെ ദീപം കൊളുത്തിക്കൊണ്ടുവരും ഗോപിമാർ മെയിലണിഞ്ഞിരിക്കും ഭൂഷണത്തിൻ ദീപശോഭയുമായി വിളങ്ങിടുന്നു ചിലർ. ഗോവിന്ദൻ തന്റെ ശീലലീലാദി ഗുണങ്ങളും ഗോപികളാനന്ദത്തോടങ്ങനെ ചൊല്ലുന്നതും കേട്ടുകേട്ട് അകക്കാമ്പിൽ ഏറ്റം ആനന്ദം പൂണ്ടു ഗോഷ്ടവാസികൾ പുരം പൊക്കിതു ഉദ്ധവർ താനും. ഭിത്തികൾ തോറും ദിവ്യമൂർത്തികൾ ചിത്രം കണ്ടു ചിത്തമോഹനം പൂണ്ടു ചെന്നൊരുദ്ധവൻ തന്നെ കണ്ടപ്പോൾ നന്ദൻ താനും മണ്ടിച്ചെന്നു അകമ്പൂകിച്ചു ഇണ്ടൽ തീർത്തു അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു. പിന്നെ തന്നുടെ ശയ്യതന്മേൽ കിടത്തി മാനിച്ചുടൻ വന്നൊരു മാർഗഖേദമൊക്കവേ നശിപ്പിച്ചു. ആദരവോടു ചോദിച്ചിടിനാൻ മമ ജീവനാകിയ വസുദേവനന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ടു വസിക്കുന്നിതോ മഹാമരേ. നിർദയൻ കംസൻ തന്നാൽ ക്ലിഷ്ടമാം യദുകുലം ക്ലിഷ്ടരവോയി
സുഖമായി വാണിടുന്നിതോ. ശിഷ്ടരെ പീഡിപ്പിക്ക മൂലമായി കംസന്താനം നഷ്ടമായിതു. ദൈവമതം ആർക്കറിയാവൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ പരമസദ്ഗുരവേ നമോ നമഃ.